പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇത് കുറച്ചു നാളായി ഈ അപ്ഡേറ്റ് വന്നിട്ട്, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഈ അപ്ഡേറ്റ് ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് വീഡിയോ ആയി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയോ എന്ന് നിങ്ങൾ നോക്കുക. ചില കൂട്ടുകാർക്ക് ഈ അപ്ഡേറ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇതൊരു ഉപകാരമായി മാറും. എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ ഇൻസ്റ്റാഗ്രാമിന്റെ ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചില റീൽസുകൾ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാനുള്ള ആഗ്രഹം തോന്നാറുണ്ട്. നല്ല പാട്ടുകളോ മറ്റുള്ള സീനറികളോ ഒക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കോപ്പി ലിങ്ക് കാണാൻ സാധിക്കും. അത് കോപ്പി ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം വാട്സപ്പിൽ കൊണ്ടുപോയി സ്റ്റാറ്റസ് ആയിട്ടിടും. ആ ലിങ്ക് നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടിടും. ഇനി അതിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം? അവിടെ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അത് ലിങ്ക് മാത്രമേ ഷെയർ ആവത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ വെച്ച് തന്നെ ഡൗൺലോഡ് ആവുകയും അത് നേരെ സ്റ്റാറ്റസിലേക്ക് പോവുകയും ഇതുപോലെ നമുക്ക് സ്റ്റാറ്റസ് ലിങ്ക് അല്ലാതെ വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാറ്റസ് ഇടാവുന്നതാണ്. നല്ലൊരു ഉപകാരമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.